ഞങ്ങൾ ഈ ക്ഷേത്രക്കൊള്ള കേസിൽ ഏതെങ്കിലും ഫോട്ടോ വെച്ചോ ആരെങ്കിലുമായിട്ട് ഫോണിൽ സംസാരിച്ച് വെച്ചോ അല്ലെങ്കിൽ ആരുടെങ്കിലും വീട്ടിൽ പോയത് വെച്ചോ ഉണ്ടല്ല ആരോപണമല്ല ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം മുഴുവൻ ഇത് വളരെ ആസൂത്രിതമായി ഗൂഢാലോചനയോടുകൂടി നയപരമായ തീരുമാനങ്ങൾ ഉൾപ്പെടെ ക്രമക്കേടിലൂടെയും ചട്ടവിരുദ്ധവുമായി സമ്പാദിച്ചുകൊണ്ട് അവിടെ നിന്ന് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പവും ക്ഷേത്രപ്പാളിയുമെല്ലാം അല്ലെങ്കിൽ വാതിൽപ്പാളിയും കട്ടളയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആ ഡ്യൂപ്ലിക്കേറ്റിൽ സ്വർണം പൊതിഞ്ഞത് മാറ്റി സ്വർണം പൂശി അവിടെ കൊണ്ടുപോയി വെച്ചു. അത് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലത്ത് ഈ ക്രമക്കേട് നടന്നു. അത് വലിയ രീതിയിലുള്ള ആസൂത്രിതമായ ക്ഷേത്രക്കൊള്ളയാണ്. ഇതാണ് ഞങ്ങളുടെ ആരോപണം. ആ ആരോപണം ഏതെങ്കിലും ഫോട്ടോയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ആരുടെങ്കിലും വീട്ടിൽ പോയതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയല്ല, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല. ഈ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ കേരളത്തിൻ്റെ ഹൈക്കോടതി 10ഓളം വരുന്ന ഇൻ്ററിം ഓർഡറിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ക്ഷേത്രക്കൊള്ള എന്ന് പറയുന്നത് ആസൂത്രിതമായി നടത്തിയതും ഈ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘമായ സുഭാഷ് കപൂറിൻ്റെ മാതൃകയിൽ നടത്തിയതെന്നാണ്. അപ്പോൾ ഈ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ 1-ലധികം തവണ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു, അദ്ദേഹം അംഗീകരിക്കുന്നു. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഢാലോചന നടക്കുന്ന സമയത്താണ് ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഈ പറയുന്ന ആളുടെ വീട്ടിൽ പോയിരിക്കുന്നത്. അദ്ദേഹം അതല്ലാതെ ഒരു MLA ആയിരുന്നപ്പോൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശ് പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ കോന്നിയിലെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ആളാണ്. ഞങ്ങളെയൊക്കെ എത്രയോ പേര് ഞങ്ങൾ നിയോജകമണ്ഡലത്തിലേക്ക്, ഞങ്ങൾ MLA ഒന്നും അല്ലെങ്കിലും വിളിക്കുന്ന വീടുകളിൽ ഞങ്ങൾ കല്യാണത്തിന് പോകാറുണ്ട്, ചിലപ്പോൾ നൂലുകെട്ടിന് പോകാറുണ്ട്, മരണത്തിന് പോകാറുണ്ട്, ഇതെല്ലാം ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചന നടക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ വകുപ്പുള്ള മന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത്. അതിലൊരു ക്വിഡ് പ്രോക്കോ ഉണ്ട്. ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു ഫേവർ ചെയ്യുന്നതിൻ്റെ ഒരു ക്വിഡ് പ്രോക്കോ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മേലെ ആരോപണം വരും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും അതിനെല്ലാം അപ്പുറം ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതിൻ്റെ പശ്ചാത്തലം കോടതികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കോടതിയുടെ ഫൈൻഡിങ്സിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് 10ഓളം വരുന്ന CPM ബന്ധമുള്ള നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അതുമാത്രമല്ല,